അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ വീണ്ടും വാർത്തകളിൽ നിറയുകയാണല്ലോ അല്ലെ. ഒരു വെഡിങ് ഫോട്ടോഷൂട്ടാണ് രേണുവിനെ വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയത്. ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ പേരായി ചെയ്തൊരു വെഡിങ് ഫോട്ടോഗ്രാഫിയാണ് വൈറലായി മാറിയിരിക്കുന്നത്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണു ഒരു റൊമാൻറ്റിക് റീൽ ചെയ്യുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തത്. നമ്മൾ അന്ന് രേണുവിനെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു വെഡിങ് കോസ്റ്റ്യൂമിൽ ഫോട്ടോഷൂട്ട് നടത്തിയ സമയത്തും രേണു വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നും നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത് കൊണ്ടോ ഒരു റീൽ അഭിനയിച്ചത് കൊണ്ടോ മാത്രം രേണു വെറും ഒരു മോശക്കാരിയായി മാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് രേണുവിനെ അധിക്ഷേപിച്ചവരെ നമ്മൾ നന്നായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ വെഡിങ് ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ എനിക്കെന്തോ അത്ര വലിയ അങ്ങോട്ട് ലൈക്കായില്ല. വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത് ഇവര് ഫോട്ടോഷൂട്ടിനെ പ്രസന്റ് ചെയ്ത രീതിയാണ് എങ്ങനെയും ഒന്ന് വിവാദമാക്കി മാറ്റി ഒന്ന് വൈറലാകാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പോലെയാണ് ഇവരുടെ പ്രസന്റേഷൻ കണ്ടാ തോന്നാം. അങ്ങനെ തോന്നാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. വേറൊന്നുമല്ല, രേണുവിന്റെ കൂടെയുള്ള ആള് തന്നെയാണ് കാരണം. ഡോക്ടർ മനു ഗോപിനാഥൻ എന്തേലും ഒന്ന് കാണിച്ചു കൂട്ടി എങ്ങനെയും ഒന്ന് വൈറലാകാൻ വേണ്ടി നടക്കുന്ന ചങ്ങായാണ് ഇയാള്. വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാൻ പാടില്ലാത്ത ഒരാള്. രേണു ഇയാളുടെ കൂടെ ഫോട്ടോഷൂട്ട് നടത്തിയതോ അതല്ലെങ്കിൽ ഇയാൾ രേണുവിന്റെ കൂടെ ഫോട്ടോഷൂട്ട് നടത്തിയതോ എന്നൊന്നും എനിക്കിവിടെ വിഷയമല്ല. അതൊക്കെ തീർത്തും അവരുടെ ഇഷ്ടമാണ്. ആ ഒരു നിലപാട് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മനു ഗോപിനാഥ് എന്ന് പറഞ്ഞ ഇയാളുടെ ഇരട്ടത്താപ്പൊന്നും പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ആദ്യം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവർ വിവാഹിതരായെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ ഈ പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളത് അല്ലെ. ആളുകൾ ഒരു ആകാംക്ഷ ജനിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. രേണുവുമായി ബന്ധപ്പെട്ട് റീസെന്റ് നടന്ന വിവാദങ്ങൾ വെച്ച് ഈ ഫോട്ടോഷൂട്ടിനെ വൈറലാക്കി മുതലാക്കാനുള്ള ഒരു ബോധപൂർവ്വം ശ്രമം നടന്നതാണെന്നുള്ളത് ഉറപ്പാണ്. ഇവരുടെ മറ്റൊരു പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ച്. ശരി, രാജകുമാരനും രാജകുമാരി എന്നൊക്കെയാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതും വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ എന്നൊക്കെ. എന്തോ വൈറലോ മാനിയെ പിടിച്ചൊരുത്തൻ. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്തായാലും ബാക്കിയുടെ അയച്ചു നോക്കാം. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ, ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർ എല്ലാവർക്കും 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ. കണ്ടല്ലോ, ഇവര് തമ്മിൽ ഒറിജിനലി കല്യാണം കഴിഞ്ഞ പോലെയാണ് ഇവരിത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്ക് 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. രേണും കൂടി ഇതിന് കൂട്ടി നിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ വിഷമം വരുന്നത്. റീസെന്റ് ഇത്രയും വിവാദങ്ങൾ നടന്നത് രേണുവിന് അറിയാം. ആ വിവാദങ്ങളെല്ലാം ആളിക്കത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരിപാടി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കും കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഫോട്ടോഷൂട്ടിനെ പ്രസന്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്ന എന്തിനാണ്? ഇങ്ങനെയൊക്കെ വൈറലായിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റവൻ പിന്നെ ഒരു വൈറലോ മാനിയക്കാരനാണെന്ന് വെക്കാം. രേണുവിന് ഇത് എന്തിന്റെ കേടായിരുന്നു? ഇനി ഇവരുടെ മറ്റൊരു പോസ്റ്റും കൂടി ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. രേണു സുധി, ഇനി രേണു മനു. 4 ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ഉണ്ടക്കണ്ണൻ ഇമോജി. ആകാംക്ഷ എല്ലാവരും ഒന്ന് ആകാംക്ഷിച്ചേക്കാണ്. ബാക്കി വായിച്ചു നോക്കാം. 4 ഫോട്ടോ കണ്ടപാടെ കടിച്ചു കീറാനൊന്നും ആരും ചെല്ലണ്ട. അവരുടെ ഇഷ്ടമല്ലേ. ആൽബം, ഫോട്ടോഷൂട്ട്, സിനിമയൊക്കെയായി ജീവിതം മുന്നോട്ട് തന്നെ പോകട്ടെ. ഓക്കെ, ആൽബമോ ഫോട്ടോഷൂട്ടോ എന്താന്ന് വെച്ചാൽ ചെയ്ത് ജീവിച്ചോ. നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി പറ. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ള സാരി എടുത്ത് എന്നും കരഞ്ഞ് പിഴിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഒരു നിർബന്ധമില്ല. ഇത് നായികക്ക് 40 തൊട്ട് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത്തവണ നിങ്ങൾ ചെയ്തത് പോക്രിത്തരമാണെന്ന് പറയാതെ വയ്യ. മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ പോലും പൊട്ടം കളിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കാണിച്ചത്. അത് മോശമായി പോയി എന്ന് പറയാതെ വയ്യ. മനുവേട്ടന് തിന്നലും തുടങ്ങിയല്ലോ കേട്ടോ. പണ്ട് ഇതേപോലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മുഖം മുഴുവനും പൊള്ളലേറ്റൊരു പെൺകുട്ടിയും ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ചെറുതായിട്ടൊന്ന് വൈറലാക്കാൻ നോക്കിയിരുന്ന അണ്ണൻ. ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. എന്തായാലും അന്ന് ആ പെൺകുട്ടിയും മനും ചെയ്ത ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അടുത്ത ഫോട്ടോഷൂട്ടിൽ നയൻതാര വേണമായിരുന്നു. എനിക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. സൂസൻ തോമസ്, ഡോക്ടർ മനു ഗോപിനാഥൻ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ABC മലയാളം ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു കല്യാണം? കല്യാണമല്ല, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അല്ല, കല്യാണമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്?
ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ക്യാപ്ഷനാണ് പ്രശ്നം എന്നല്ല, ക്യാപ്ഷൻ തന്നെയാണ് പ്രശ്നം. രേണുവുമായി നടത്തിയ ഫോട്ടോഷൂട്ടിനും അമ്മാതിരി ക്യാപ്ഷൻ അല്ല കൊടുത്തിരുന്നത്. ഞങ്ങൾ വിവാഹിതരായ എന്ന രീതിയിൽ തന്നെയാണ് ക്യാപ്ഷൻ കൊടുത്തത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ഇന്റർവ്യൂ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ എന്ന് വരെ ആ ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാളുടെ സ്ഥിരം പാറ്റേൺ ആണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖത്ത് പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഇയാളൊരു നന്മമരമായതുകൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. വൈറലാകാൻ വേണ്ടി തന്നെയാണ്. ഈ പെൺകുട്ടി താൻ കല്യാണം കഴിച്ചു എന്ന് ഇയാൾ പൊതുജനത്തെ വിശ്വസിപ്പിച്ചു. അതുവഴിയാണ് ഇയാൾ വൈറലായത്. ഈ പെൺകുട്ടിക്ക് നിങ്ങൾ നല്ലൊരു ജീവിതം നൽകിയല്ലോ, നിങ്ങൾ നല്ല മനുഷ്യനാണ് എന്ന രീതിയിലുള്ള 100 കണക്കിന് കമന്റുകളാണ് അന്ന് ഇവരുടെ ഫോട്ടോഷൂട്ടിന് താഴെ വന്നിട്ടുള്ളത്. അയാൾ അത് വെച്ച് മുതലാക്കിയിരുന്നു. ഇയാളുടെ മറ്റൊരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം കൂടി കണ്ടുനോക്കാം. എനിക്ക് ടാലന്റ് ഉണ്ട്, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതുവഴി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കുറവുകളുണ്ടെങ്കിൽ, ഇപ്പോൾ കറുത്ത സ്കിന്നാണെന്ന് കരുതിയിട്ട് ചിലർ മാറി നിൽക്കുന്നവരുണ്ട്. നമ്മളെ മോശം പറയുമ്പോൾ നമ്മളിതിന് ആപ്റ്റല്ല, അവർ പറഞ്ഞത് കറക്റ്റാണ്, നമുക്കിത് ചേരൂല എന്ന് കരുതിയിട്ട് മാറിപ്പോകുന്ന ഒരു രീതിയാണ് പൊതുവേ സമൂഹത്തിനുള്ളത്. അങ്ങനെ ഇവിടെ ആരും മാറിപ്പോകണ്ട. ആർക്കും അങ്ങനെ മുൻപോട്ട് വരാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ടാലൻ്റ് ഉണ്ട്, അവർക്കത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വരാം എന്നുള്ള ഒരു ശരിക്കും ആ ഒരു കൺസെപ്റ്റാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഫസ്റ്റ് അത് പ്ലാൻ ചെയ്തപ്പോൾ സൂസൻ അല്ലായിരുന്നു, വേറൊരു കുട്ടിയാണ് അതിലേക്ക് വന്നിരുന്നത്. അവരുടെ ഹസ്ബൻഡ് എന്തോ അതിൽ ഇങ്ങനെ വെഡിങ് സെഷനൊക്കെ ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാനും സൂസനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വന്നപ്പോഴാണ് പിന്നെ സൂസൻ അതിലേക്ക് വരുന്നത്. ശരിക്കും സൂസനെ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡയറക്റ്റ് പോയി ചോദിക്കുന്നതല്ല, സെക്കൻഡാണ് സൂസനിലേക്ക് വരുന്നത്. മറ്റേ പ്രോജക്റ്റ് നടക്കാതായപ്പോഴാണ് സൂസനിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ചിന്ത അവിടെയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട, അപ്പോൾ സൂസനെ സംബന്ധിച്ചിടത്തോളം സൂസൻ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകളൊന്നും കാണാതെ സൂസൻ ആ അവസരങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈവൻ സൂസനും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂസൻ്റെ കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ എനിക്കും എന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. അപ്പം മാറ്റി നിർത്തപ്പെട്ട 2 പേര് ചേർന്ന ഒരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പബ്ലിക് അത് എടുത്തത് വേറൊരു ലെവലിലാണെന്ന് മാത്രം. അത് ശരി. വൽക്കരിക്കപ്പെട്ടവരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും പടത്തലവനാണെന്നാണ് ഇയാളുടെ വർത്താനം കേട്ടാ തോന്നുന്നു. ഓക്കെ, ഈ മുഖത്ത് പൊള്ളലേറ്റ് പെൺകുട്ടിയും മൊത്തം ഫോട്ടോഷൂട്ട് നടത്തിയത് അവൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണെന്നുള്ളത് സമ്മതിച്ചു തരാം. സംഭവം വൈറലാകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത് എനിക്ക് 100 വട്ടം ഉറപ്പാണ്. നിങ്ങളുടെ സാമൂഹിക ഉദ്ധാരണ പടത്തലവൻ ഡയലോഗൊക്കെ വെറും തള്ളാണെന്ന് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്നാലും ആരും ഈ പെൺകുട്ടിയെ ഒരു മോഡലായി അംഗീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അവൾക്ക് അവസരം കൊടുത്തതെന്ന് അംഗീകരിച്ചു തന്നേക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ എന്ത് സാമൂഹിക പ്രതിബദ്ധതയുടെ പുറത്താണ് നിങ്ങൾ രേണുവുമായി ഫോട്ടോഷൂട്ട് നടത്തിയത്? മാറ്റി നിർത്തപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളാണെന്നല്ല പറഞ്ഞത്. രേണുവിനോട് ആരും മാറ്റി നിർത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല ഫോളോവേഴ്സും വൈറൽ പോസ്റ്റുകളും റീലുകളും ഒക്കെ ആയി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു അവർ. സംഭവം ഓൾറെഡി 1-2 വിവാദങ്ങൾ പെട്ട് വൈറലായി നിൽക്കുന്ന രേണുവിനെ നിങ്ങൾ നന്നായി ഉപയോഗിച്ചു. അതുവഴി വൈറലാവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. രേണു ആണെങ്കിൽ കൃത്യസമയത്ത് ഇയാളുടെ വലയിൽ ചെന്ന് വീഴുകയും ചെയ്തു. എന്നിട്ടും സാമൂഹിക ഉദ്ധാരണത്തിന് ഡയലോഗ് അടിച്ച് നടക്കാണ് ആശാനി. ഇയാളുടെ വൈറലോമാനയുടെ ആഴം അറിയണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ചില ഫോട്ടോകൾ മാത്രം നോക്കിയാൽ മതി. ഈ IFFKയുടെ വേദിയിൽ ത്രിവർണ്ണ പതാകയുടെ മോഡലിൽ ഡ്രസ്സ് ധരിച്ചു വന്ന ഇയാളെ അവിടുന്ന് പുറത്താക്കിയിരുന്നു. ഞാൻ ആ ഫോട്ടോ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു ഫോട്ടോയും ഉണ്ട്. അങ്ങനെയുണ്ട്, ഈ തൊപ്പി വേണമെന്നൊക്കെ. നിന്റെ സാമാനം മറിച്ച തൊപ്പിയല്ലേ, ഈ എന്നെ പൊയിഞ്ഞു തിന്നോ? അല്ല പിന്നെ എന്തായാലും ആശാനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. എന്തായാലും ഇതിന്റെ ഇടയിൽ രേണുവിന് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കരുതി കൂട്ട ആളുകളെ ട്രിഗർ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ഭാവിയിൽ രേണുവിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.